വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3യിലെ ദ സ്റ്റോറി റെബേക്ക ഇത് ചേഞ്ച് മേക്കർ ആണ്. അപ്പം നമ്മൾ ഈ സ്റ്റോറി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറിയിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇത് സ്റ്റോറി എന്താണ്? റെബേക്ക ഇത് ചേഞ്ച് മേക്കർ എന്ന് പറയുന്ന സ്റ്റോറി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ജിസ്റ്റ് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ആഫ്രിക്കയിലെ കെനിയയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് റെബേക്ക ഇത് ചേഞ്ച് മേക്കറിൽ വരുന്നത്. അതിൽ മെയിൻ ക്യാരക്ടർ ആരാണ്? റെബേക്കയാണ്. റെബേക്കേൻ്റെ കുടുംബം എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? കൃഷിയും അതേപോലെ കന്നുകാലികളെയൊക്കെ വളർത്തിയിട്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവർക്ക് മഴ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. മഴ അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൃഷി നന്നായിട്ടുണ്ടാകുകയും അതേപോലെ ഇവരുടെ കന്നുകാലികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ ഒട്ടും മഴയും ഉണ്ടായിരുന്നില്ല, മഴയും ഭയങ്കര കുറവായിരുന്നു. അതേപോലെ വരൾച്ച അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ റെബേക്ക എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തു? സ്കൂളിൽ പോയിട്ട് ലൈബ്രറിയിൽ പോയിട്ട് എന്തുകൊണ്ടാണ് മഴ കുറയുന്നത് എന്നും പിന്നെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അവൾ കുറേ പുസ്തകങ്ങൾ വായിക്കുകയും അതേപോലെ ക്ലാസ്സിൽ പോയി ഡിസ്കസ് ചെയ്യുകയും ടീച്ചറോട് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തു കൊടുക്കണം എന്നൊക്കെ റെബേക്ക പറഞ്ഞു. അതിനുശേഷം ടീച്ചർ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയും അപ്പം റെബേക്ക പറഞ്ഞു, എല്ലാ കുട്ടികളും ഈ ക്ലാസ്സിൽ കേട്ടതെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറയുകയും അങ്ങനെ ഒരു ബോധവൽക്കരണം അവരുടെ ഗ്രാമങ്ങളിൽ മൊത്തം ഒരു ബോധവൽക്കരണം കൊണ്ടുവരികയും പിന്നെ അതേപോലെ ഇവരെന്ത് ചെയ്തു? കെനിയൻ പ്രസിഡന്റിന് എല്ലാവരും സൈൻ ചെയ്ത് ഒരു ലെറ്റർ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കെനിയൻ പ്രസിഡന്റ് പിന്നെ ഈ വരൾച്ചേനെ തടയാൻ വേണ്ടി പുതിയ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് റെബേക്ക ഒരു ചേഞ്ച് മേക്കർ ആയിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെന്ത് ചെയ്തു? മരങ്ങൾ കൂടുതൽ നടാൻ വേണ്ടിയിട്ട് കെനിയൻ പ്രസിഡന്റ് അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറയുകയും അങ്ങനെ കൂടുതൽ മരങ്ങൾ നടുകയും അതിലൂടെ അവർ തിരിച്ച് മഴ വരാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പം റെബേക്ക ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അതാണ് ഈ കഥ മെയിനായിട്ട്. അപ്പം നമുക്കിതിൽ ആക്ടിവിറ്റീസ് ഓരോന്ന് നോക്കിയാലോ? ഈ കഥ 2-3 പ്രാവശ്യം വായിച്ച് തറോ ആക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പം നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. Activity 1. Read the story and complete the following sentence. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോറി ഒരു 2-3 ടൈംസ് തറോ ആയിട്ട് വായിക്കുക. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ സെൻറ്റൻസ് നമ്മൾ സ്റ്റോറിയിലുള്ള അതേ സെൻറ്റൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ബാക്കി ഭാഗം ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയാലോ? റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ. റെബേക്ക എന്താണ് റെബേക്കയുടെ ടീച്ചറോട് ചോദിച്ചത്? Why there had been so little rain this year. ഈ വർഷം എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് മഴ നമുക്ക് കിട്ടിയത് എന്നാണ് റെബേക്കയുടെ ടീച്ചറോട് ചോദിച്ചത്. The trees are being cut down and dash. അപ്പം എന്താണ്? മരങ്ങളെല്ലാം മുറിച്ച് മാറ്റപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? and used to make buildings. ഓക്കെ, അപ്പം മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് ആ മരങ്ങളൊക്കെ ബിൽഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്തത് നോക്കിയാലോ? ഇത് പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമാൻ. അവിടെ കെനിയൻ പ്രസിഡന്റ് എന്താണ് പിന്നെ പറഞ്ഞത് കൺട്രിമാനോട്? ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അപ്പം എന്താണ്? അവർക്ക് പ്ലാന്റിന്റെ സാപ്ലിംഗ് കൊടുത്തിട്ട് ആ സാപ്ലിങ് എല്ലാവരുടെയും വീടിന്റെ ചുറ്റും അവർക്ക് എത്രത്തോളം മരം നടാവോ അത്രത്തോളം മരം നടാനാണ് ആര് പറഞ്ഞത്? പ്രസിഡന്റ് പറഞ്ഞത്. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക. അതാരാണ് പറഞ്ഞത്? പ്രിൻസിപ്പൽ ആണ് പറഞ്ഞത്. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 2. Given below are 2 scenes. ഇപ്പോൾ 2 സീൻ കൊടുത്തിട്ടുണ്ട്.
ഓഫ് റെബേക്കാസ് ഫാം. റെബേക്കന്റെ ഫാമിന്റെ 2 സീൻ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. പിക്ചർ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ഡ്രൗട്ട്, വരൾച്ചന് മുന്നേ റെബേക്കന്റെ ഫാം ഇതേപോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ. ദിസ് ഈസ് റെബേക്കാസ് ഫാം. ഇത് റെബേക്കയുടെ ഫാം ആണ്. There are cattle, sheep, ducks and hen in the farm. അവിടെ എന്തൊക്കെയുണ്ട്? കാറ്റിൽ ഉണ്ട്, ചെമ്മരിയാട് ഉണ്ട്, താറാവ് ഉണ്ട്, കോഴികളുണ്ട്. ഓക്കെ. Their brown cows are grazing. Large brown cows are grazing in the farm. അവിടെ എന്താണ്? വലിയ ബ്രൗൺ കളർ ആയിട്ടുള്ള പശുക്കൾ അവിടെ മേയുന്നുണ്ട്. There is a huge tree with ripe fruits. അവിടെ ഒരു മരത്തിൽ നിറയെ പഴുത്ത പഴങ്ങളുണ്ട്. A happy brown squirrel is sitting on one of its branch. അപ്പോൾ ഒരു സ്ക്വിറൽ എന്താണ്? ഈ പഴുത്ത പഴങ്ങളുള്ള മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയാണ്. The lovely red flowers add beauty to the farm. ഓക്കെ. അപ്പം ഇതിലുള്ള ഈ ഫാമില് എന്താണ്? റെഡ് കളറിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കള് ഈ ഫാമിന് സൗന്ദര്യം കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആഫ്റ്റർ ഡ്രൗട്ട്. അപ്പം ആഫ്റ്റർ ഡ്രൗട്ടിന്റെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതണം. നമുക്ക് എഴുതിയാലോ കൂട്ടുകാരെ? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിലും ഫ്രണ്ട്സിന് എഴുതാവുന്നതാണ്. ഓക്കെ. ദിസ് ഈസ് റെബേക്കാസ് ഫാം. ഇത് എന്താണ്? ഇത് റെബേക്കയുടെ ഫാം ആണ്. ഇത് കാറ്റിൽ, ഷീപ്പ്, ഡക്സ് ആൻഡ് ഹെൻസ് ഇൻ ദ ഫാം വെർ ഡെഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് വാട്ടർ ആൻഡ് ഹോട്ട് ക്ലൈമറ്റിക് കണ്ടീഷൻ. അപ്പം ബിഫോർ ഡ്രൗട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കാറ്റിൽസ്, ഷീപ്സ്, ഡക്സ് എല്ലാം ഉണ്ടായിരുന്നു. വരൾച്ചയും വെള്ളം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തായി മാറി? ദ കാറ്റിൽ, ഷീപ്പ്, ഡക്സ്, ഹെൻസ് ഇൻ ദ ഫാം വെർ ഡെഡ്. അതെല്ലാരും ചത്തുപോയി. ഓക്കെ. എന്തുകൊണ്ടാണ്? വെള്ളത്തിന്റെ കുറവ് കൊണ്ടും ചൂടിന്റെ ആധിക്യം കൊണ്ടും. ഓക്കെ. There were no greenery. പച്ചപ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല. The fields were dry and brown like desert. എന്താണ്? അപ്പം വയലുകളൊക്കെ എന്തായിരുന്നു? ഡ്രൈയും ബ്രൗൺ കളറും ആയിരുന്നു. എന്തിനെ പോലെ? മരുഭൂമിയെ പോലെ. ഓക്കെ. ഇത് ട്രീസ് ഡ്രൈഡ് അപ്പ് വിത്തൗട്ട് ഗെറ്റിംഗ് വാട്ടർ. മരങ്ങളെല്ലാം എന്തോ ഉണങ്ങിപ്പോയി. എന്തുകൊണ്ടാണ്? വെള്ളം കിട്ടാതെ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. ഓക്കെ. There were no leaves and fruits in the tree. മരങ്ങളിൽ ഇലകളും അതേപോലെ പഴങ്ങളും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി നമ്പർ 3. ഓക്കെ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു കാറിൽ പോകുന്ന ഒരാള് വേസ്റ്റ് എറിയുകയാണ്. ഓക്കെ. ദ മാൻ ഇസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. അപ്പം ഒരു ആള് എന്താണ്? റോഡ് സൈഡിൽ വേസ്റ്റ് വലിച്ചെറിയുകയാണ്. ദ മാൻ ഇസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. ചിത്രം കണ്ടാലേ നമുക്കറിയാം എന്താണ്? കൂട്ടുകാരെല്ലാരും കൈ തട്ടുകയാണ്. ഓക്കെ. അടുത്തത് ഈ പിക്ചർ നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു ബോയ് വേസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? വേസ്റ്റ് ബിന്നിൽ ഡംപ് ചെയ്യാണ് ചെയ്യുന്നത്. എ ബോയ് ഈസ് പുട്ടിങ് വേസ്റ്റ് വാട്ടർ ബോട്ടിൽ ഇൻ ടു ദ ഡസ്റ്റ് ബിൻ. ഓക്കെ. നമ്മൾ വേസ്റ്റ് ബാസ്കറ്റിന് എന്താ പറയുക? ഡസ്റ്റ് ബിൻ. ഓക്കെ. അടുത്ത പിക്ചർ എന്താ? 2-3 ഗേൾസ് ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുകയാണ് ഗ്രൗണ്ടിൽ. ഓക്കെ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഫ്യൂ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ. അപ്പൊ കൂട്ടുകാർക്ക് ഇത് എങ്ങനെയാണ് ഒരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സെന്റൻസ് ഫോം ചെയ്ത് എഴുതണ്ടേന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 4. The Nature Club of Rebecca's school has decided to conduct a short film festival on climate change. Prepare a script for announcement in the morning assembly. ഓക്കെ. അപ്പൊ എന്താണ്? റെബേക്കന്റെ സ്കൂളിൽ എന്ത് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു? ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. എന്തിനെ കുറിച്ചിട്ടാണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ, അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് സ്ക്രിപ്റ്റ് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോർണിംഗ് അസംബ്ലിയിൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് ദിവസമാണ് നടത്തുന്നത്, അതിന്റെ ടൈം എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ അവരൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്കൂൾ അല്ലെങ്കിൽ അക്കാഡമിന്റെ പേരെന്താ, ടെംബെ ഗേൾസ് അക്കാഡമി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആണ്. എന്താണ് ടോപ്പിക്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. വെന്യൂ എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്, ടെംബെ ഗേൾസ് അക്കാഡമി. ഡേറ്റ് എന്താണ്, 20th November 2024 ആണ്. ടൈം എന്താണ്, 10 AM to 1 PM. രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ. ഇനോഗ്രേഷൻ ആരാണ് നടത്തുന്നത്, ഇത് ചീഫ് ഓഫ് ദ മസായി കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമ്മൾ എന്താണ് അനൗൺസ്മെന്റിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഈസിയാണ്, നമുക്ക് ഇത്രയും ക്ലൂ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് എഴുതുക, ഗുഡ് മോർണിംഗ് എവ്രി വൺ. Our school's nature club has decided to conduct a short film festival on climate change. We are planning to conduct it on 20th November. Okay, 20th November 2024 from 10 AM to 1 PM at Tembe Girls Academy School Auditorium. The chief of Masai community will inaugurate the short film fest. We are expecting your participation in the fest with your short film. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു മോർണിംഗ് അസംബ്ലിയിൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോകുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. നമുക്കിനി ആക്ടിവിറ്റി 5 നോക്കാം. Pairs of words that have same sound but different meanings are given in the bracket. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ സെയിം സൗണ്ട് ആണ്, പക്ഷെ ആ വേർഡ്സിന് എന്താണ് ഡിഫറെന്റ് മീനിങ്സ് ആണുള്ളത്. അത് ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റൻസിൽ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ചൂസ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. ദിസ് ഡാഷ് വി ഡിഡ് നോട്ട് ഗെറ്റ് സഫീഷ്യന്റ് റെയിൻ. അപ്പം ഈ ഇവിടെ ബ്രാക്കറ്റിൽ ഇയർ കൊടുത്തിട്ടുണ്ട്. ഈ ഇയറിന്റെ മീനിങ് എന്താണ്, വർഷം എന്നാണ്. ഈ ഇയറിന്റെ മീനിങ് എന്താണ്, ചെവി എന്നാണ്. അപ്പം സഫീഷ്യന്റ് റെയിൻ എന്ന് പറഞ്ഞാൽ ആവശ്യമായ മഴ. ആവശ്യമായ മഴ ഇതിൽ ഏതിലാണ് നമുക്ക് വരിക, വർഷത്തിലാണ് വരിക, ഇയറിലാണ്. അപ്പൊ ഇവിടെ എന്താ എഴുതുക, ദിസ് ഇയർ വി ഡിഡ് നോട്ട് ഗെറ്റ് സഫീഷ്യന്റ് റെയിൻ. ഓക്കെ, അപ്പം സഫീഷ്യന്റ് ഇയർ എന്നുള്ളതാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒന്ന് നോക്കിയാലോ. ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. ഓക്കെ, മരത്തിന്റെ ഉള്ളിൽ ഒരു ബോയ് എന്തോ ചെറിയ സാധനം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഹോൾ. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുവൻ. ഓക്കെ, WHOLE അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓട്ട. ഓക്കെ, ഓട്ട എന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് പക്ഷികൾ ഇരിക്കുന്നതോ അങ്ങനത്തെ ഒരു മീനിങ് വരുന്നതാണ് HOLE എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ദ ബോയ് സോ എ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. അപ്പൊ മരത്തിന്റെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഭാഗത്ത് ഒരു ഓട്ട കണ്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക, HOLE ആണ് വരിക. നെക്സ്റ്റ് നോക്കിയാലോ. വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്, എയർ ആണ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വായു ശ്വസിക്കുക. ഹയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവകാശി. ഓക്കെ, അവകാശി എന്നാണ് ഹയറിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് വരിക, വി നീഡ് എയർ, AIR, എയർ ടു ബ്രീത്ത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാലോ. ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മുഖത്തിന് നമ്മൾ FACE എന്ന് പറയും, ഫേസ്. പിന്നെ PHASE ഫേസ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്, ഒരു ഘട്ടം. നമുക്കിപ്പം എന്താ പറയാ, ഒരു കാര്യം നടത്തുന്നതിന് 2-3 ഘട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ, 1ാമത്തെ ഘട്ടം ഉണ്ടാവും, 2ാമത്തെ ഘട്ടം ഉണ്ടാവും, 3ാമത്തെ ഘട്ടം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇപ്പൊ അസംബ്ലിയിൽ തന്നെയാണെങ്കിൽ നമുക്കിപ്പം ഫസ്റ്റ് എന്താണ് വരിക, പിന്നെ പ്രെയർ ആണ് വരിക.
പിന്നെ എന്താണ് അസംബ്ലിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ വരും. ഓരോ എന്താണ് പ്ലഡ്ജ്, അങ്ങനത്തെ തോട്ട് ഓഫ് ദ ഡേ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പിന്നെ ലാസ്റ്റത്തെ ഇതിലെന്താണ് ഉണ്ടാവുക, നാഷണൽ ആന്തമാണ് ഉണ്ടാവുക. അപ്പൊ അസംബ്ലിയിൽ തന്നെ 3 ഘട്ടങ്ങളുണ്ട്. അതാണ് ഫേസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വരിക, ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളർച്ച അല്ലെങ്കിൽ ഉയർച്ച. ഒരു കൺട്രിയുടെ, രാജ്യത്തിന്റെ ഉയർച്ചയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വരിക, ഫേസ്, PHASE ആണ് വരിക. ഒരു പുതിയൊരു ഫേസ്, ഘട്ടമാണ്, രാജ്യത്തിന്റെ വളർച്ചയുടെ പുതിയൊരു ഘട്ടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൺട്രി ഈസ് entering a new phase in development. Okay. അടുത്ത എന്താ, ഇത് എൽഡേഴ്സ് ഡിസൈഡഡ് ടു ഡാഷ് എ ലെറ്റർ ടു ഇത് പ്രസിഡന്റ് ഓഫ് കെനിയ. അപ്പൊ എന്താണ്, ഇവിടെ 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, RIGHT മീനിങ് എന്താണ്, ശരി. റൈറ്റ്, WRIT, അതിന്റെ അർത്ഥം എന്താണ്, എഴുതുക. ഓക്കെ. അപ്പം അത് രണ്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ എന്താണ്, ഡിഫറെന്റ് മീനിങ് ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ദ എൽഡേഴ്സ് ഡിസൈഡഡ് ടു റൈറ്റ്, ഓക്കെ, എഴുതി, എന്താണ്, എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. അല്ലെങ്കിൽ ഈ റൈറ്റ് ഒരിക്കലും വരില്ല, ശരി വെച്ചു എന്ന് ഒരിക്കലും വരില്ലല്ലോ. ഡിസൈഡഡ് ടു റൈറ്റ്, WRITE, എ ലെറ്റർ ടു പ്രസിഡന്റ് ഓഫ് കെനിയ. ഇനി അടുത്ത എന്താണ്, ഇത് ക്ലാസ് റൂം ഇസ് ഡാഷ് നൗ. എന്താണ്, ക്ലാസ് റൂം ഇസ് ക്വൈറ്റ്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ക്വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നിന്റെ അർത്ഥം എന്താണ്, QUIET അർത്ഥം എന്താണ്, ശാന്തം, സൈലന്റ്. ഓക്കെ, അതാണ് ക്വൈറ്റ്. പിന്നെ ഈ ക്വൈറ്റിന്റെ അർത്ഥം എന്താണ്, പിൻവാങ്ങുക, ക്വിറ്റ് ചെയ്യാന്ന് പറയില്ലേ. നമ്മളിപ്പം ഒരു പ്രോഗ്രാമിന് ചേർന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ക്വിറ്റ് ചെയ്തു എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്, ഇത് ക്ലാസ് റൂം ഇസ് ഡാഷ് നൗ, എന്താണ്, സൈലന്റ് ആണ്, ശാന്തമാണ്, ക്വൈറ്റ് നൗ. ഓക്കെ. അപ്പൊ കൂട്ടുകാർക്ക് ഈ വേർഡ്സ് എങ്ങനെയാണ് മീനിങ്സ് ഡിഫറെന്റ് ആവുന്നതും പ്രൊനൗൺസിയേഷൻ ഒരേപോലെ ആവുന്നതും പിന്നെ ആ മീനിങ് വെച്ചിട്ട് ഓരോ സെന്റൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. ആക്ടിവിറ്റി നമ്പർ 6. ഹിയർ ഇസ് റെബേക്കാസ് റൂട്ടീൻ. റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിനചര്യ. ഓക്കെ. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റുട്ടീൻ ആക്ടിവിറ്റീസ്. അപ്പൊ റെബേക്കന്റെ റുട്ടീൻ ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെ ദിനചര്യത്തെ കുറിച്ച് കുറച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോഡൽ നമുക്ക് നോക്കിയാലോ. റെബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഷീ ബ്രഷസ് ഹെർ ടീത്ത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ എന്താ, റെബേക്ക രാവിലെ എണീക്കും, എന്നിട്ട് എന്താണ്, ബ്രഷ് ഹർ ടീത്ത്, പല്ല് തേക്കും. ഷീ ലേൺസ് ഹർ ലെസൺസ് റെഗുലർലി. അവൾ എന്ത് ചെയ്യും, അവളുടെ ലെസൺസ്, ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും അന്നെന്നുള്ളത് പഠിക്കും. ഷീ ഹെൽപ്സ് ഹർ മദർ ഇൻ കുക്കിംഗ്. അവൾ അവളുടെ അമ്മയെ എന്ത് ചെയ്യാനാണ്, പാചകം ചെയ്യാൻ സഹായിക്കും. ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദ ആനിമൽസ്. അപ്പൊ അവരുടെ ഫാമിൽ പോയിട്ട് അവരുടെ ആനിമൽസിനെ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതേപോലെ റെബേക്കേന്റെ റുട്ടീൻ പോലെ നിങ്ങളുടെ റുട്ടീനും എന്തൊക്കെയാണെന്ന് എഴുതാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം, കൂട്ടുകാർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ റുട്ടീനിലൂടെ എഴുതാം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബേസിക് ഐഡിയ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കിയാലോ. I wakes up in the early morning by 6 AM. ഞാൻ 6 മണിക്കുള്ളിൽ രാവിലെ എണീക്കും. I brush my teeth and have a bath. എന്താണ്, ഞാൻ പല്ല് തേച്ച് കുളിക്കും. I revise my subjects and homeworks before going to school. സ്കൂളിൽ പോകുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, തലേ ദിവസം പഠിച്ച സബ്ജക്ട്സ് റിവൈസ് ചെയ്യും, അതേപോലെ ഹോംവർക്ക് ചെയ്യുകയും ചെയ്യും. I will have my breakfast and get ready to the school by 9 AM. 9 മണിക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്കൂളിലേക്ക് റെഡി ആവും. ആഫ്റ്റർ സ്കൂൾ ഐ ഹെൽപ്പ് മൈ മദർ ഇൻ കിച്ചൺ ആൻഡ് ഗാർഡനിങ്. അത് കഴിഞ്ഞ് എന്താ, സ്കൂളിൽ പോയി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ അമ്മേനെ അടുക്കളയിലും അതേപോലെ ഗാർഡനിലും അമ്മേനെ സഹായിക്കും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട്, ഇപ്പം നിങ്ങൾ കളിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ട്യൂഷന് പോകുന്ന കാര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്ന കാര്യം, അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ.
Activity number 7. Shall we form 2 groups and play a word game? അപ്പോൾ എന്താണ് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് വേർഡ് ഗെയിം കളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുവർ ടീച്ചർ വിൽ ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻ, ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇവിടെ എന്താണ് ഷീ ഈസ് പ്ലേയിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവൾ കളിക്കുകയാണ്, ഷീ ഈസ് പ്ലേയിങ്. അപ്പൊ ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീ ഈസ് പ്ലേയിങ്, ഇവിടെ ഈസ് എന്ന് പറയുന്നത് എന്താണ് ഓക്സിലറി വെർബ് ആണ്. അപ്പൊ ഈ ഓക്സിലറി വെർബിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാവുന്നതാണ്. ഷീ ഈസ് പ്ലേയിങ്, ഈസ് ഷീ പ്ലേയിങ്, അവൾ കളിക്കുകയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ എക്സാമ്പിൾ പോലെ ഇവിടെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസിൽ നിന്ന് ആ സെന്റൻസിലെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിച്ച് ആ ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ദേ ആർ വെറീഡ്. ഓക്കെ, അവര് വെറീഡ് ആണ്, ടെൻഷൻ ആയിട്ടാണ് അവരുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എങ്ങനെയാണ് അവർ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഇവിടെ ഓക്സിലറി വെർബായിട്ട് എന്താണ് വരുന്നത്? ഈസ്, ആർ. ഓക്കെ, ഈസ്, ആർ, ഹാസ്, ഹാവ് ഒക്കെയാണ് എന്ത് ഓക്സിലറി വെർബ്സ്. അപ്പം ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഓക്സിലറി വെർബിനെ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. ദേ ആർ വെറീഡ്. അപ്പൊ ഇവിടെ എന്താണ് ആർ ആണ് ഓക്സിലറി വെർബ്. അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആർ ദേ വെറീഡ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർ ദേ വെറീഡ്. ഓക്കെ, ഇവിടെ നോക്കിയാലോ, the world is getting hotter. Okay, the world is getting hotter. ഇവിടെ ഓക്സിലറി വെർബ് എന്താണ്? ഈസ് ആണ്. ഓക്കെ, അപ്പൊ ഈസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ഹോട്ടർ. ഫസ്റ്റ് ഈസ് ചെയ്ത ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ഹോട്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഇത് എർത്തിന് വലിയൊരു പ്രോബ്ലം ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? ഇവിടെ ഓക്സിലറി വെർബ് ആരാണ്? ഈസ് ആണ്. ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്? അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. റെബേക്ക ഈസ് ഹാപ്പി. ഇവിടെ ഓക്സിലറി വെർബ് എന്താണ്? ഈസ് ആണ്. ഈസ് റെബേക്ക ഹാപ്പി. ഓക്കെ, എല്ലാത്തിനും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഞാൻ ഇവിടെ രണ്ടെണ്ണം മറന്നുപോയി, നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ, ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിംഗ്. ഇവിടെ ഓക്സിലറി വെർബ് എന്താ? ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിംഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അടുത്ത് നോക്കിയാലോ, റെബേക്ക ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. റെബേക്ക പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് എങ്ങനെയാണ് വെക്കുക? ഹാസ് റെബേക്ക റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് എന്താണ് ഓക്സിലറി വെർബ്സ്, ഓക്സിലറി വെർബ്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് കണക്ട് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാം. അതേപോലെ ആ സെന്റൻസിൽ വരുന്ന ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്? ഈസ്, ഓക്കെ, ആർ, അതേപോലെ ഹാവ് ആൻഡ് ഹാസ്. ഓക്കെ, ഇത്രയും ഓക്സിലറി വെർബ്സ് ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ഗ്രേറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്സ്. അപ്പൊ ഗ്രേറ്റന്റെ എന്താണ് വലിയ മിഷൻ ആണ്, എന്താണ് നമ്മുടെ പ്ലാനറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗ്രേറ്റന്റെ ഗ്രേറ്റ് മിഷൻ. സ്റ്റോക്ക്ഹോം, എ ഡിഫറെന്റ്ലി ഏബിൾഡ് യങ് ഗേൾ won in the hearts of millions as she held a placard and sat outside the Swedish parliament here on Monday. അപ്പൊ എന്താണ് ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയാ. അപ്പം അംഗവൈകല്യമുള്ള ഒരു ചെറിയ പെൺകുട്ടി എന്താണ് കുറെ പേരുടെ മനസ്സിൽ കേറിപ്പറ്റി. എങ്ങനെയാണ്? അവളൊരു പ്ലക്കാർഡ് പിടിച്ചിട്ട് സ്വീഡിഷ് പാർലമെന്റിന്റെ മുന്നിൽ മണ്ടേ നിന്നിട്ടാണ് അവള് ആൾക്കാരുടെ മനസ്സിൽ കേറിപ്പറ്റിയത്. ഓക്കെ, എന്താണ്? ഗ്രേറ്റ തംബർഗ് വാസ് പ്രൊമോട്ടിംഗ് ദ കോസ് ഓഫ് സേവിങ് ദ പ്ലാനറ്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ എന്താണ് അതിൽ എന്താണ് ആ പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് പ്ലാനറ്റിനെ, നമ്മുടെ പ്ലാനറ്റ് ആയിട്ടുള്ള എർത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. Diagnosed with autism spectrum disorder ASD at the tender age, she was undeterred
took up by the campaign and sat alone to promote the cause. അപ്പോൾ എന്താണ് ഈ കുട്ടി എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിക്ക് എന്താണ് പ്രോബ്ലം? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. ASD എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച ഒരു യങ് ഗേൾ ആണ് ഗ്രറ്റ. ഓക്കെ, അപ്പം അവൾ എന്ത് ചെയ്യാണ്? ഈ പ്ലാനറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ക്ലൈമറ്റ് ചേഞ്ചിന് എതിരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് സ്വീഡിഷ് പാർലമെന്റിന്റെ മുന്നിലിരിക്കുകയാണ്. Greta proved how she could make a big difference to this campaign, noted a local television channel that beamed the event live. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഗ്രറ്റ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മുടെ പ്ലാനറ്റിനെ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനെതിരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലക്കാർഡും പിടിച്ചിട്ട് സ്വീഡിഷ് പാർലമെന്റിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ് ആ കുട്ടീൻ്റെ പ്രത്യേകത എന്താണ്? അവളൊരു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടി ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പ്ലക്കാർഡ് പിടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അത് നോക്കിയാലോ? The Echo Club in your school planted sapling on the school premises and distributed sapling to the students on the World Environment Day. എന്താണ്? സ്കൂളിലെ എക്കോ ക്ലബ്ബുകാർ എന്ത് ചെയ്തു? പ്ലാൻ സാപ്ലിങ്സ് നട്ടു. എവിടെ? സ്കൂളിന്റെ ഗാർഡനിൽ. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, ചെടികൾ അവിടെ നടുകയും ചെയ്തു. അതേപോലെ അവരെന്ത് ചെയ്തു? ചെടികൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. എന്നാണ് വിതരണം ചെയ്തത്? വേൾഡ് എൻവിറോൺമെന്റൽ ഡേ. A rally was also held to make the people aware of the need to conserve water. അപ്പൊ എന്താണ്? ഒരു റാലി നടത്തി. എന്താണ്? വെള്ളം കൺസേർവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച്. The program was inaugurated by the ward member. Prepare a news report. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചില്ലേ, സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ട് ഗ്രറ്റ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്ലക്കാർഡ് പിടിച്ചിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് നമ്മൾ കണ്ടു. അപ്പം അതേപോലെ ഈ എക്കോ ക്ലബിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഇവര് ഈ എക്കോ ക്ലബ്ബുകാര് എന്ത് നടത്തി? സ്കൂളിൽ പ്ലാന്റ് നട്ടു. അതേപോലെ പ്ലാന്റ് സാപ്ലിങ്സ് എല്ലാവർക്കും വിതരണം ചെയ്തു വേൾഡ് എൻവിറോൺമെന്റ് ഡേയില്. പിന്നെ അവരെന്ത് ചെയ്തു? വെള്ളം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റാലി നടത്തി. അപ്പൊ ഇത് ആരാണ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്? വാർഡ് മെമ്പറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഒരു ഹെഡിങ് കൊടുക്കാം. വേൾഡ് എൻവിറോൺമെന്റ് ഡേ സെലിബ്രേഷൻ അറ്റ് നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതാം. ഓക്കെ, അപ്പൊ എവിടെയാണ്? ട്രിവാൻഡ്രം. സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എഴുതാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി എഴുതിയതാണ്. ഓൺ വേൾഡ് എൻവിറോൺമെന്റ് ഡേ ഇത് എക്കോ ക്ലബ് ഓഫ് സ്കൂളിന്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓർഗനൈസ്ഡ് എ ഗ്രീൻ ഇനീഷ്യേറ്റീവ് ഓൺ സ്കൂൾ പ്രിമൈസസ്. The club planted sapling in various areas of the school. അപ്പം എന്താണ്? സ്കൂളിൽ എന്താണ്? ചെടീൻ്റെ തൈകൾ ഓരോരോ ഭാഗത്തായിട്ട് നട്ടു. എന്തിനാണ്? പ്രൊമോട്ട് ഗ്രീനറി എൻവിറോൺമെന്റ്. Now, additionally, saplings were distributed to the students to encourage them to contribute environmental conservation at home. അപ്പം എന്താണ്? പിന്നെ പ്രകൃതിയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലുള്ള ബാക്കി എല്ലാ കുട്ടികൾക്കും ചെടികൾ കൊടുത്തുവിട്ടു. ഓക്കെ, ദ ഇവന്റ് വാസ് മാർക്ക്ഡ് ബൈ എ റാലി. അപ്പം എന്താണ്? ഈ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു റാലി നടത്തി. റേസിംഗ് അവയർനെസ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ കൺസർവേഷൻ, വെള്ളത്തിന്റെ മിതമായ ചെലവാക്കുന്നതിനെ കുറിച്ച് ഒരു റാലി നടത്തി. ദ സ്കൂൾ കമ്മ്യൂണിറ്റി ആൻഡ് ലോക്കൽ റെസിഡൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. The program was inaugurated by ward member, highlighting the significance of community involvement in environmental protection. ഓക്കെ, അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭാഷണം കൊടുത്തു. The Echo Club effort on World Environment Day underscore the school's commitment to fostering environmental awareness and promoting sustainable practices among students and the community. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഇലോബറേറ്റ് ആയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ചുരുക്കിയിട്ടാണെങ്കിൽ റിപ്പോർട്ട് എഴുതാവുന്നതാണ്. അപ്പൊ കൂട്ടുകാർക്ക് ഇതൊരു മോഡലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട്
എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കിയാലോ. ആക്ടിവിറ്റി 9 ആണ്. Given below a placard related to global warming. Global warming എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി മരങ്ങളെല്ലാം മുറിച്ചത് കാരണം ഭൂമി ചൂടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പയർ അനദർ വൺ അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. അപ്പൊ എന്താണ്? വനത്തിന്റെ സംരക്ഷണത്തിനെ കുറിച്ച് ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാനാണ്. യു മേ മേക്ക് മോർ പ്ലക്കാർഡ്സ്. അപ്പൊ എന്താണ് ഇത്? ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള പ്ലക്കാർഡാണ്. ഇപ്പൊ നമ്മളിവിടെ എന്താണ്? വനം സംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള പ്ലക്കാർഡ്. ഇപ്പൊ ഞാനൊരു വേൾഡ് ഫോറസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 10. ആക്ടിവിറ്റി 10ൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഓക്കെ, റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഓക്കെ, അപ്പൊ ഇവിടെ എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ആയിട്ട് ഒരു ഗാർഡനെയാണ് അവിടെ പറയണത്. അത് കാരണം എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഓക്കെ, there was an apple in the apple tree in the garden. എന്ന് പറഞ്ഞാൽ എന്താ? an apple എന്ന് ഇവിടെ വരാൻ എന്താണ് റീസൺ? ഇപ്പൊ നമ്മള് വവൽ സൗണ്ട്സ് അറിയാൻ തോന്നുന്നു. വവൽ സൗണ്ട്സ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു ആണ് വവൽ സൗണ്ട്സ്. അപ്പൊ വവൽ സൗണ്ട്സ് വരുന്ന, വവൽ ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ് വരുവാണെങ്കിൽ അതിന് മുന്നിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ആൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻ ദ ഗാർഡൻ. അപ്പൊ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയും, ദ ഗാർഡൻ. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് എ ആൻഡ് ദ. അപ്പൊ എ ആൻഡ് ദ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾസ് നൗണിന്റെ മുന്നിൽ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾസ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഐ ആം ഡാഷ് ആപ്പിൾ ട്രീ ഇൻ റെബേക്കാസ് ഗാർഡൻ. ഞാൻ ഡാഷ് ആപ്പിൾ ട്രീ ആണ്, റെബേക്കന്റെ ഗാർഡനിലുള്ള ഒരു ആപ്പിൾ ട്രീ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ആപ്പിളിന്റെ സ്റ്റാർട്ടിങ് എന്താണ്? എ ആണ്. എ, ഇ, ഐ, ഒ, യു വവൽസ് ആണ്. അപ്പൊ വവൽ സൗണ്ട്സ് വരുന്ന വേർഡ്സ് വരുവാണെങ്കിൽ എന്താണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക? ആൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ആൻ വരും. ഓക്കെ, ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ വർഷം ആവശ്യത്തിനുള്ള മഴ കിട്ടിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ? ഐ തിങ്ക് ഇത് ദ ആൻസർ. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ എ അല്ലേ വരുന്നത്, വവൽ സൗണ്ട് അല്ലേ, ഇവിടെ എന്തുകൊണ്ട് ആൻ വരാത്തത് എന്ന്. പക്ഷെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തിന് മാത്രം സ്ട്രെസ് ചെയ്ത് പറയുന്ന സമയത്ത് ദ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ദ ആൻസർ ഇസ് നോ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ എപ്പോഴും ഒരു ആൻസർ മാത്രമല്ലേ കറക്റ്റ് ഉണ്ടാവുള്ളൂ, കുറെ ആൻസറുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ട് ഒറ്റൊരു കാര്യത്തിനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻസർ ഇസ് നോ. വാട്ട് മേ ബി ദ റീസൺ? റീസൺ എന്താണ്? എന്തോ ഒരു മൂല കാരണമുണ്ട്. ആ മൂല കാരണം എന്താണെന്നാണ്. അപ്പൊ ദ റീസൺ എന്നാണ് വരിക. പീപ്പിൾ ആർ കട്ടിങ് അസ്. ആൾക്കാര് നമ്മളെ മുറിക്കുന്നുണ്ട്. വി ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് റെയിൻ. അപ്പം മരങ്ങൾ പറയാണ് നമ്മളാണ് മഴ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. വി ഗിവ് യു ഫ്രൂട്ട്സ്. ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് തരുന്നുണ്ട്, ഫ്ലവേഴ്സ് തരുന്നുണ്ട്, ആൻഡ് ഫ്രഷ് എയർ, ശുദ്ധമായ വായു തരുന്നുണ്ട്. സോ ഡോണ്ട് കട്ട് അസ് ഡൗൺ. അത് കാരണം ഞങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. ഐ ക്യാൻ സ്റ്റാൻഡ് ലൈക്ക് ഡാഷ് അംബർല ടു പ്രൊട്ടക്ട് യു. അപ്പം ഇവിടെ അംബർല എന്താണ്? യു ആണ്. ആ യു എന്ന് പറയുന്ന വേർഡും ഏതിൽ വരുന്നതാണ്? വവൽസിൽ വരുന്നതാണ്. എ, ഐ, ഒ, യു. ഓക്കെ, യു വവൽസിൽ വരികയാണ്. അപ്പൊ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ആൻ അംബ്രല്ല ടു പ്രൊട്ടക്ട് യു ഫ്രം ദ സൺ. ദ സൺ എന്ന് എന്തുകൊണ്ടാണ് വരുന്നത്? സൺ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ലോകത്തിന് മൊത്തമുള്ള ഒറ്റൊരു സാധനമാണ്. അത് കാരണം നമ്മൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. എന്താണ്? ദയാണ് യൂസ് ചെയ്യാം. ഇഫ് യു പ്ലാൻ മോർ സാപ്ലിങ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കൂടുതൽ ചെടികൾ നടുവാണെങ്കിൽ ഐ ഷാൽ ഗിവ് യു ലോട്ട്സ് ഓഫ് ആപ്പിൾ. എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ ആപ്പിൾസ് തരാൻ പറ്റും. വെൻ വി പ്ലാന്റ് ഡാഷ് സാപ്ലിംഗ് വി ആർ പ്ലാന്റിങ് ഹോപ്പ്. അപ്പൊ എന്താണ്? വെൻ വി പ്ലാന്റ് ഇത് സാപ്ലിംഗ്. സാപ്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ചെടിത്തൈ എന്ന് പറയുന്നത് ഒരു സാധനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്ന സാധനമാണ്. അപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ദ. വി ആർ പ്ലാന്റിങ് ഹോപ്പ്.
ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എ ആൻഡ് ദ ആണ്. ഓക്കെ, നൗണിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുക. പിന്നെ എ നമ്മൾ നോർമലി യൂസ് ചെയ്യും. പിന്നെ ആൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ആന് വവൽ സൗണ്ട്സിന്റെ ഫ്രണ്ടിലാണ് യൂസ് ചെയ്യുക. ദ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ സ്പെസിഫിക് ആയിട്ട്, ഓക്കെ, ഹോട്ട് സൺ, ഓക്കെ, അതേപോലെ സാപ്ലിംഗ്, അങ്ങനെ വരുന്ന സമയത്തൊക്കെ സ്പെസിഫിക് ആയിട്ട് ഒരു സാധനത്തിന് സ്ട്രെസ് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ദ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ആക്ടിവിറ്റീസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. ഡൗട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.